അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു, പരുമല ഹോസ്പിറ്റലിൽ. കാരണം കുഞ്ഞിൻ്റെ ചുമ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തും കൂടെ നോക്കാം. നമ്മൾ രാവിലെയേ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കാശി എണീറ്റപ്പെടുത്തിയാണ് നമ്മൾ കൊണ്ടുപോയത്. ആദ്യം അങ്ങനെ അധികം ആരും വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ബ്ലഡൊക്കെ എടുത്ത് കാശി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. കുഞ്ഞിന് നൊന്തതിലും കൂടുതലും അങ്ങ് സങ്കടമാണ് കുത്തിയതിൻ്റെ. എന്നിട്ട് നമുക്കിനി 11:30 ആകുമ്പോഴത്തേക്കിനും വരണം. ഡോക്ടറിന് അപ്പോഴാണ് അപ്പോയിൻമെൻ്റ് ഉള്ളത്. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോകും. പൊന്നൂസിനെ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല, കാറ് പാർക്ക് ചെയ്തെടുത്തോട്ട് നമ്മൾ പോവുകയാണേ. അങ്ങനെ രാവിലെ തന്നെ നല്ല തിരക്കായിട്ടുണ്ട്. പിന്നെ കാശി ഇങ്ങനെ കയ്യിൽ അത് ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചെന്നല്ലോ, അത് കാണുമ്പോൾ അങ്ങ് ഭയങ്കര സങ്കടമാണ് കാശിക്ക്. അങ്ങനെ പിന്നെ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കിനും പൊന്നൂസമ്മ ഹെലികോപ്റ്റർ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പൊന്നൂസ് വെളിയിലിറങ്ങി നിൽക്കുകയായിരുന്നു. എന്നൊരു മൂടി അന്തരീക്ഷമായിരുന്നു കേട്ടോ. പൊന്നു പറയാൻ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല, കണ്ണ് നിറയുന്നെന്നും പറഞ്ഞിട്ട് ഇങ്ങ് പോരുന്നു. പിന്നെ 11:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഡോക്ടറിനെ കാണാൻ പോയി. ഡോക്ടറിനെ കണ്ട് കുഴപ്പമൊന്നുമില്ല, ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു ചുമയുടെ സിറപ്പ് മാത്രം എഴുതിയിട്ടുണ്ടായിരുന്നു, അത് വാങ്ങാനായിട്ട് വിചാരിച്ചിട്ട് പിന്നെ ഫാർമസിയിൽ പോയി. അങ്ങനെ ആ സമയം കൊണ്ട് പൊന്നൂസ് തൊട്ടിപ്പുറത്തായിട്ടൊരു കോഫി ഷോപ്പുണ്ട്. അപ്പോഴത്തേക്കിനും അവിടുന്ന് എനിക്ക് ബിസ്ക്കറ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പുറത്തങ്ങ് കയറുവാണ്. അങ്ങനെ പിന്നെ ആൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ നമ്മൾ പിരികൊന്നും എഴുതാതാണ് കൊണ്ടുപോയത്. പക്ഷേ ആൾ പിന്നെ വന്നപ്പോഴത്തേക്കിനും സുന്ദരനായിട്ടാണ് വന്നത്. പിന്നെ വരുന്ന വഴിക്ക് നമ്മളൊരു ജ്യൂസ് കുടിക്കാനായിട്ട് കയറിയതാണ്. അപ്പം ലസ്സി ഉണ്ടായിരുന്നു അവിടെ. ഇവിടുത്തെ ലസ്സി നല്ലതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുന്ന്. അങ്ങനെ നമ്മൾ ലസ്സിയൊക്കെ കുടിച്ചു. പനിയായിട്ടുള്ള കാശിയും കുടിച്ചു. പൊന്നൂസ് അങ്ങനെ പൊതുവെ ഒന്നും കുടിക്കാറുള്ളതല്ല, പൊന്നൂസും കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ കോവലിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ തൈയൊക്കെ വിൽക്കാനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ മരത്തിൽ നിറച്ച് എന്ത് കായാന്നൊന്നും അറിയത്തില്ല.